അസ്സലാമു അലൈക്കും. 5ാം ക്ലാസ്സിലെ 2024 തജ്വീദ് ലിസാനുൽ ഖുർആൻ പേപ്പറാണ് ഇന്ന് നോക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ന്യൂസിലു ബിൽ മുനാസിബി, ബ്രാക്കറ്റിൽ ആൻസർ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് എടുത്ത് എഴുതാനാണ്. ബ്രാക്കറ്റിലുള്ളത് നോക്കാം. ഹംസത്തുൽ വസ്ൽ തഖ്നുതു ഖുർആൻ, ഹംസത്തുൽ ഖത്ത് യഖ്റഉ. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാ ദിവസവും നാം ഓതണം. എന്താ ഓതേണ്ടത്? ഖുർആൻ. കാനത്തിൽ ഉമ്മു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കാനത്തിൽ ഉമ്മു. അവിടെ ഉമ്മ സ്ത്രീയാണ്, അപ്പോൾ അതിൽ സ്ത്രീലിംഗം നോക്കണം നമ്മൾ. മുസന്ന അതേതാണ്? തഖ്നുതു. കാനത്തിൽ ഉമ്മു തഖ്നുതു. അടുത്തത് വഖ്ശൗനി എന്നതിലെ ഹംസ, അതിലേതാണ്? വഖ്ശൗനി, അതിലെ ഹംസ ഹംസത്തുൽ വസ്ൽ. അടുത്തത് ഇന്ന അബി, തീർച്ചയായും എൻ്റെ ഉപ്പ. ഉപ്പ എന്ന് പറയുമ്പോൾ പുരുഷനാണ് അല്ലേ? അപ്പോൾ യഖ്റഉ. അഞ്ചാമത്തത് ഇയ്യാക നഅ്ബുദു എന്നതിലെ ഹംസ. ഇയ്യാക, അത് കൂട്ടി വായിച്ചാലും ഇയ്യാക തന്നെയാണ്, അപ്പോൾ അതേതാണ്? ഹംസത്തുൽ ഖത്ത്. ഇനി അടുത്തത് നളവു അലാമാത്തി സഹീഹി അലാ മുനാസിബ്, ശരി ഇട്ട് കൊടുക്കാൻ. ജുനൈദും വ നബീലുൻ. ജുനൈദും നബീൽ എന്ന് പറയുമ്പോൾ രണ്ടാളുണ്ട്. തഖ്റുജു ഖറജ ഖറജ. അപ്പോൾ ഇതിലേതാ വരിക? രണ്ടാളാവുമ്പോൾ ഖറജ ഖറജ എന്നാണ് അല്ലേ? അപ്പോൾ ആൻസർ ഖറജ. രണ്ടാമത്തത് വഖഫ് ലാസിമിൻ്റെ അടയാളം. ഏതാണ് ലാസിം? മീമാണ്. മൂന്നാമത്തെ ജുമാനത്തും വ ലബീബത്തുൻ. ജുമാനയും ലബീബിയും രണ്ട് സ്ത്രീകളാണ്, രണ്ട് പെൺകുട്ടികളാണ്. അപ്പോൾ ഏതാ? ഖറഅത. ഇനി നാലാമത്തത് ലമ്മിനെ സൂചിപ്പിച്ച് ചുണ്ട് കൂട്ടൽ. ചുണ്ട് കൂട്ടുന്നതിന് എന്താ പറയുക? ഇഷ്മാം. അഞ്ചാമത്തത് യാ അയ്യുഹൽ ബനാത്തു, പെൺകുട്ടികളെ എന്നാണ് ചോദിക്കുന്നത്. ഹൽ ഏതാ വരിക? സൊല്ലൈതുന്ന. അടുത്തത് നക്തുബുൽ മുസന്ന വൽ ജംഉ വൽ മുഫ്രദുൽ മുതക്കല്ലിം. അതിൽ മുസന്നയും ജംഉം മുഫ്രദ് മുതക്കല്ലിമും എഴുതുക. അപ്പോൾ ദഹബ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദഹബ കൊടുത്താൽ ദഹബ ദഹബ ദഹബു. പിന്നെ മുഫ്രദ് മുതക്കല്ലിം ഏതാ വരിക? ദഹബത്തു. അടുത്തത് തൽ അബീന, തൽ അബാനി, തൽ അബ്ന. പിന്നെ മുഫ്രദ് മുതക്കല്ലിമ് അൽ അബു. ഇനി അടുത്ത് വഖഫിൻ്റെ അടയാളങ്ങൾ എഴുതാം. വഖഫുൽ ഔല, ഇത് പഠിക്കാൻ ഏറ്റവും എളുപ്പമാണ്. വഖഫിലെ കാഫും ഔലാലെ ലാമും, കാഫുൽ ലാമ്. അടുത്തത് വഖഫുൽ ജായിദ്, അപ്പോൾ ജായിദിലെ ജീമ്. അടുത്തത് വഖഫുൽ മുത്തുലഖ്, അതിൽ മുത്തുലഖിലെ തോ. അൽ വസ്ലുൽ ഔല എന്ന് പറയുമ്പം വസ്ലിലെ സ്വാദും ഔലാലെ ലാമും, സ്വാദുൽ ലാമ്. ഇനി വഖഫുൽ മുജവ്വദ്, അത് മുജവ്വദിലെ സാ. അടുത്തത് ലാ തഖീഫ്, അതിൽ ലാ. അപ്പോൾ എല്ലാ വേർഡ്സിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഉത്തരം. ഇനി നുജീബു, ഖറജു കാനു സഅലു അയ്യു അഫ്ആലിൻ ഹാദിഹി. ഇത് ഏത് ഫേലുകളാണെന്നാണ് ചോദിക്കുന്നത്. ഖറജ ഖറജ ഖറജു അല്ലേ? പിന്നെ കാന കാന കാനു, സഅല സഅല സഅലു. അപ്പോൾ അതേതാണ് വരിക? അഫ്ആലുൻ മാലിയത്തുൻ ലിൽ ജംഇ മുദക്കർ. മാലി ഫീലുകളാണ്, അതേതാണ്? ജംഇ മുദക്കറാണ്. അടുത്ത തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്നില്ലെങ്കിൽ പകരം 4 തവണ ചൊല്ലേണ്ടുന്ന ദിക്ർ ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇനി നുറത്തിബു, ഓർഡറിൽ എഴുതാനാണ്. ഫിൽ ഖുർആനി അൽ ബററ അൽ കിറാമ മാസഫറ അൽ മാഹിർ. അപ്പോൾ ഏതാ ഉത്തരം വരിക? അൽ മാഹിറു ഫിൽ ഖുർആനി മാസഫറത്തിൽ കിറാമിൽ ബററ. ഇനി അടുത്തത് കതബ്തി കതബ്തുന്ന കതബ്തു കതബ്തുമ കതബ്ന. അത് ഓർഡറിൽ എങ്ങനെ എഴുതുക? കതബ്തി കതബ്തുമ കതബ്തുന്ന കതബ്തു കതബ്ന. ഇനി നുസരിഫു, സർഫാക്കാനാണ്. യുവല്ലിമു സർഫാക്കുക.
യുഅല്ലിമു യുഅല്ലിമാനി യുഅല്ലിമൂന, തുഅല്ലിമു തുഅല്ലിമാനി യുഅല്ലിംന അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് തുഅല്ലിമു, തുഅല്ലിമു തുഅല്ലിമാനി തുഅല്ലിമൂന, തുഅല്ലിമീന തുഅല്ലിമാനി തുഅല്ലിംന. ഇനി നുബയ്യിനു വ്യക്തമാക്കാം. കൂഫയിലേക്ക് കൊടുത്തയച്ച മുസ്ഹഫിൻ്റെ കൂടെ അയക്കപ്പെട്ട ഇമാം ആരാണ്? കൂഫയിലേക്ക് കൊടുത്തത് അബൂ അബ്ദുറഹ്മാനുസ്സലമി. ഇനി രണ്ടാമത്തതോ, നബിയുടെ പ്രധാന എഴുത്തുകാരൻ ആരായിരുന്നു? ആൻസർ സെയ്ദ് ബിനു സാബിത്ത്. പിന്നെ അടുത്തത് മാതാ കാനിസ്മുൽ മദീനത്തി ഖബിലൽ ഹിജ്റ, ഹിജ്റയുടെ മുമ്പ് മദീനയുടെ പേരെന്താണ്? യസ്രിബ്. ഇനി നുഅരിബ് അറബിയാക്കാൻ. ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ സശ്രദ്ധം കേൾക്കുകയും ശാന്തരാവുകയും ചെയ്യുക. ഏതാണ് അതിൻ്റെ അറബി? വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ. ഇനി അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ 10 വർഷം ജീവിച്ചു. ആശ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി 10 സിനീന. ഇനി അടുത്ത നുക്കമ്മിൽ പൂർത്തിയാക്കാം. വൽ മുതൽ വരെയുള്ള അവസാനം ചൊല്ലൽ സുന്നത്താണ്. ഇത്ര അവിടെ കൊടുത്തത്. അപ്പം എന്താണ്? വല്ലുഹ മുതൽ നാസ് വരെയുള്ള സൂറത്തുകളുടെ അവസാനം തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ഇനി 2, അഹ്ലുൽ മദീനത്തി ഡാഷ് യുറഹിബൂന ഡാഷ് ഹീന ഡാഷ് ഇലൽ മദീന. അതിൻ്റെ ആൻസർ അഹ്ലുൽ മദീനത്തി കാനു യുറഹിബൂന യാ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന യഖ്ദുമു ഇലൽ മദീന. ഒന്നും കൂടെ പറയാം. അഹ്ലുൽ മദീനത്തി കാനു യുറഹിബൂന ബിൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന യഖ്ദുമു ഇലൽ മദീന. ഇനി നക്തുബുൽ മാന, അർത്ഥം എഴുതാൻ. അയക്കല, അയക്കല എന്ന് പറഞ്ഞാൽ എന്താ? ഉണർത്തി. മുസ്തമിഉൻ, മുസ്തമിഉൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു കേൾക്കുന്നവൻ. ഇത്രയാണ് 2024 തജ്വീദ് ലിസാൻ ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.